നമസ്കാരം, കൃഷി ദർശനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിലെ കുടവൂർ ഗ്രാമത്തിലാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇവിടുത്തെ ഒരു വനിതാ കർഷകയാണ്. കൃഷിയോടുള്ള താല്പര്യ നിമിത്തം ഏറെക്കാലം വിദേശ ജീവിതം നയിച്ചിരുന്ന സ്വന്തം ഭർത്താവിനെ കൂടി കൃഷിയിൽ പങ്കാളിയാക്കുകയും കാർഷിക വൃത്തിയിൽ ജീവിത വിജയം കരസ്ഥമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ ദമ്പതിമാർ. ശ്രീമതി ഷൈല ബഷീറിന്റെയും ബഷീറിന്റെയും കാർഷിക വിശേഷങ്ങൾ പരിചയപ്പെടാം. അടുക്കളയിൽ രുചിയൂറുന്ന വിഭവങ്ങൾ തയ്യാറാക്കുന്ന ഒരു സാധാരണ വീട്ടമ്മ മാത്രമല്ല ഷൈല ബഷീർ. ഒഴിവുകളില്ലാതെ മുഴുവൻ സമയവും വീട്ടിലേക്ക് ആവശ്യമുള്ള പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്ത് വിജയം കണ്ടെത്തിയ മാതൃകാ കർഷകയാണ് കുടവൂരിലെ ഈ കൃഷിക്കാരി. പാരമ്പര്യമായി കിട്ടിയ 2 ഏക്കർ തരിശുഭൂമിയിൽ വിവിധയിനം കാർഷിക വിളകൾ പരീക്ഷിച്ച് കൃഷിയിലൂടെ ഉപജീവനം നടത്തി വരികയാണ് ഈ വീട്ടമ്മ. വിവിധയിനം വാഴകൾ, റബ്ബർ, പയർ, വഴുതന, മരിച്ചീനി, ചോളം, ആപ്പിൾ ചെറി, ചാമ്പ, റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ, വിവിധയിനം പച്ചമുളകുകൾ, പൈനാപ്പിൾ, മുന്തിരി തുടങ്ങി അനേകം വിളകളാൽ സമൃദ്ധമാണ് ഈ കൃഷിയിടം. നല്ല വരുമാനം ലഭിക്കുന്ന തെങ്ങിനും റബ്ബറിനും പുറമെ വാഴയാണ് ഈ പറമ്പിലെ മറ്റൊരു പ്രധാന വിള. കൃഷിയിലേക്ക് വരാനുള്ള സാഹചര്യം എന്തായിരുന്നു? വർഷങ്ങൾക്ക് മുമ്പ് നെൽകൃഷി ഉണ്ടായിരുന്നു. അത് അതിൻ്റെ ഇടവിളയായിട്ട് പയർ കൃഷിയായിരുന്നു. അങ്ങനെ പിന്നെ കൃഷിയിലോട്ട് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാമെന്ന് വിചാരിച്ച് പച്ചക്കൃഷിയിലോട്ട് വന്നു. അത് കഴിഞ്ഞ് വിദേശത്തുള്ള ഇക്കായെ വിളിച്ച് നമ്മൾ നാട്ടിൽ സെറ്റിലാവാൻ വേണ്ടി ഒരു കോഴി ഫാം തുടങ്ങി. അങ്ങനെ ഇപ്പോൾ എല്ലാവിധ പച്ചക്കറികളും ഉണ്ട്. പയർ, പാവൽ, പയർ, വെണ്ട, ചീര, ഇഞ്ചി, മഞ്ഞൾ, ചൊരയ്ക്ക, മത്തൻ, കഴുത്തൻ, എല്ലാ പച്ചക്കറികളുണ്ട്. പോഷക ഗുണം കൂടുതലുള്ള നേന്ത്രൻ, കപ്പവാഴ, രസകദളി, റോബസ്റ്റ, പാളയംതോടൻ, ചിങ്ങൻ തുടങ്ങി 500-ൽ പരം വിവിധയിനം വാഴകളാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. എല്ലാ സീസണിലും വിളവെടുപ്പ് സാധ്യമാക്കുന്ന തന്ത്രമാണ് ഷൈല ബഷീറിന്റെ വാഴകൃഷിയിലെ വിജയമന്ത്രം. വാഴക്കന്നുകൾ നടുന്ന രീതിയിലുമുണ്ട് പ്രത്യേകത. ശാസ്ത്രീയ പാരമ്പര്യ രീതികൾ കോർത്തിണക്കിയ സമ്പ്രദായമാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. നിലമുഴുതൊരുക്കി തടം പിടിച്ച് 2 ആഴത്തിൽ കുഴികൾ എടുക്കുന്നു. കുഴികൾ തമ്മിൽ 6 അകലത്തിലാണ് ഇവിടെ തൈകൾ നട്ടിരിക്കുന്നത്. അത്യുത്പാദന ശേഷിയുള്ള വാഴക്കന്നുകൾ തിരഞ്ഞെടുത്ത് ചാണകത്തിൽ മുക്കി വെയിലിൽ വെച്ചുണക്കിയ ശേഷമാണ് തൈകൾ നടുന്നത്. വേപ്പിൻ പിണ്ണാക്ക്, ആട്ടിൻ കാഷ്ടം, ചാണകം, പച്ചിലവളം എന്നിവ അടിവളമായി ചേർത്താണ് വാഴക്കന്നുകൾ നടാറുള്ളത്. 1 മാസം കഴിഞ്ഞ് വാഴക്കന്നുകൾ തളിരിടുമ്പോൾ വേപ്പിൻ പിണ്ണാക്കും ചാരവും കോഴിക്കാരവും വളമായി നൽകാറുണ്ട്. വാഴകൃഷിയോടൊപ്പം ഇടവിള കൃഷിയായി ചേന, ചേമ്പ്, കാച്ചിൽ തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളും ഈ കർഷകർ കൃഷി ചെയ്തു പോരുന്നുണ്ട്. വാഴകൃഷിക്കായി എടുക്കുന്ന തടത്തിലാണ് ഈ ഇടവിള കൃഷിയും ചെയ്യാറുള്ളത്. ഇവയ്ക്ക് പ്രത്യേകിച്ച് വളങ്ങൾ നൽകാറില്ല. വാഴയ്ക്ക് കൊടുക്കുന്ന വളങ്ങളുടെ പങ്കുപറ്റിയാണ് ഇവയും വളരുന്നത്. വിളവെടുത്ത ശേഷം ഇടവിള കൃഷി വെട്ടി പച്ചിലവളമാക്കി വാഴയ്ക്ക് നൽകുന്നു. കൃഷിയിൽ ഷൈലയെ സഹായിക്കാൻ ഭർത്താവ് ബഷീർ സദാ സന്നദ്ധനാണ്. പ്രവാസ ജീവിതത്തിൽ നിന്നും മാറി കൃഷിയിലൂടെ ഉപജീവനം നടത്താമെന്ന ചിന്തയിൽ ഭർത്താവിനെ നാട്ടിലേക്ക് തിരിച്ചു വിളിച്ച് കൃഷിയുമായി അടുപ്പിച്ചതും ഈ കർഷകയാണ്. തന്റെ കൃഷി അറിവുകൾ മക്കളിലേക്കും ഈ കർഷക പകർന്നു നൽകിയിട്ടുണ്ട്. എല്ലാ മഹാന്മാരുടെ ജീവിത വിജയത്തിന് പിന്നിലും സ്ത്രീകളുടെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ്. ശ്രീമതി ഷൈല ബഷീറിന്റെ ജീവിത വിജയത്തിന് പിന്നിൽ അവരുടെ ഭർത്താവ് ശ്രീ ബഷീറാണ്. നമുക്ക് അദ്ദേഹത്തോട് അവരുടെ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. എങ്ങനെയാണ് ഇക്ക ഇങ്ങനെ കൃഷിയിലേക്ക് തിരിഞ്ഞത്? കൃഷിയിലേക്കെന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലേ എനിക്ക് വളരെ ആഗ്രഹമുള്ളതും ചെയ്യാൻ താല്പര്യമുള്ളൊരു ആയിരുന്നു കൃഷി. അത് ചെറുപ്പത്തിലേ ഞാൻ ചെയ്യുമായിരുന്നു. ഏത് കൃഷിയും
കൃഷി വിജയമാണത്. എന്ത് ചെയ്താലും അതിൽ വിജയം മാത്രമേ ഉള്ളൂ, ഒന്നും പരാജയമില്ല എന്ത് ചെയ്താലും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പുറത്തെ രാജ്യങ്ങളിൽ പോയാലും കൂടുതലും അതിനോട് ആകർഷിക്കുക, അതിനോട് നോക്കുക, കൃഷിയോട് കൂടുതൽ ഞാൻ സഹകരിക്കുക. റഷ്യയിലായിരുന്നു ഞാൻ കുറേ കാലം, 3 വർഷത്തോളം റഷ്യയിലായിരുന്നു. അപ്പോൾ അവിടെ കൃഷിപ്പാടങ്ങളൊക്കെ കണ്ട് അതിൻ്റേതായ ഉചിതമായ ഹെലികോപ്റ്ററുകളിൽ പോയിട്ട് ഞാൻ വീക്ഷിച്ചിട്ടുള്ളതാണ്, പല ഹെലികോപ്റ്ററുകൾ. അപ്പോൾ അതിലൊക്കെ വീക്ഷിച്ചതിലെല്ലാം ഏറ്റവും താല്പര്യം തോന്നിയത് കൃഷിയിലാണ്. കൃഷി എന്ന് പറഞ്ഞാൽ കൃഷി അതൊരു പ്രത്യേക രീതിയിലാണ് അവരുടെ റഷ്യ പാടങ്ങളുടെ കൃഷി എന്ന് പറയുന്നത്. ഇവിടുത്തെ അതേ രീതിയിലല്ല എങ്കിലും ഞാൻ അതിനെ അനുകരിക്കാൻ വേണ്ടി ഇവിടെ പല രീതിയിൽ ഞാൻ അത് ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകിച്ച് മണ്ണിളക്കുകയും ഓരോ തട്ടുകൾ തിരിക്കുകയും അതിനെ തിരിച്ചുകൊണ്ട് അതേ രീതിയിൽ നമ്മൾ കൃഷി ഓരോ തട്ടിലും ചെയ്യുകയും അതിനെല്ലാം നല്ല വിജയത്തോടുകൂടി ചോളമായാലും നെല്ലായാലും അതുപോലെ തന്നെ വാഴയും അതുപോലെ ചേമ്പും ചേനയും എന്ന് പറയേണ്ട നമ്മൾ ഏതെല്ലാം കൃഷി ചെയ്യാൻ പറ്റുമോ അതെല്ലാം മുന്തിരി സഹിതം മുന്തിരി പോലും ഞാൻ കൃഷി ചെയ്തുകൊണ്ട് അതിനെല്ലാം വിജയം. അത് 6-ാം മാസം കായ്ക്കുന്ന മുന്തിരി തന്നെയായിരുന്നു, കായ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോഴും ഞാനത് അതേ വിജയത്തിൽ തന്നെയാണ്. വാഴക്കൊലകളെല്ലാം ഏറ്റവും റോബസ്റ്റൊക്കെ 60 കിലോ ഉള്ള കൊല, എന്നാൽ 4 ആൾ പോലും എടുത്താൽ പൊങ്ങാത്ത കൊലകളും, അതുപോലെ തന്നെ കപ്പക്കൊലകളെല്ലാം, അതുപോലെ പാളയംതോടൻ, അതുപോലെ പല വാഴകൾ നട്ടുകൊണ്ട് പരീക്ഷിക്കുകയും അതുപോലെ തന്നെ ബാക്കി കോഴിക്കൃഷികളാണ് ഇപ്പോൾ ചെയ്യുന്നത്. കാരണം അതിൽ അല്പം നമുക്ക് ലാഭം കിട്ടുന്നതിന് വേണ്ടി കോഴിക്കൃഷി ആരംഭിക്കുകയും അങ്ങനെ കോഴി നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പാരമ്പര്യമായി കിട്ടിയ ഭൂമിയിലെ കുന്നുകളും പാറകളും കുളവും നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രകൃതിക്ക് ദോഷമുണ്ടാകാത്ത തരത്തിലാണ് ഷൈല ബഷീർ കൃഷി ചെയ്യുന്നത്. പാറകൾക്ക് ചുറ്റും റബ്ബർ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. റബ്ബറുകൾക്ക് ഇടവേളയായി സ്വാഭാവികമായി മണ്ണിൽ മുളച്ചു വരുന്ന പഴവർഗ്ഗങ്ങളെ വളരാൻ അനുവദിച്ചിരിക്കുന്നു. അതിൽ പ്രധാനമാണ് പാറകൾക്കിടയിൽ വളർന്നു നിൽക്കുന്ന ക്വീൻ ഇനത്തിൽപ്പെട്ട പൈനാപ്പിൾ. നല്ല നീർവാഴ്ചയുള്ളതും ജൈവവളക്കൂറുള്ളതുമായ ഈ മലമ്പ്രദേശം പൈനാപ്പിൾ കൃഷിക്ക് ഏറ്റവും അനുയോജ്യവുമാണ്. അധികം വെള്ളക്കെട്ടില്ലാത്ത ഈ ഭൂമിയിൽ നിന്നും പൈനാപ്പിൾ കൃഷിയിലൂടെ നല്ലൊരു ആദായം നേടാൻ ഈ കർഷകർക്ക് കഴിയുന്നുണ്ട്. കൃഷി ആവശ്യങ്ങൾക്കായി ഒരു കുളവും പാറകൾക്കിടയിൽ ഒരുക്കിയിട്ടുണ്ട്. മോട്ടോർ വഴി ഈ വെള്ളം പമ്പ് ചെയ്താണ് ഇവിടെ ജലസേചനം നടത്തി വരുന്നത്. നാവായിക്കുളം കൃഷിഭവന്റെ സഹായവും ആത്മയുടെ വിവിധ പദ്ധതികളും ഉപയോഗപ്പെടുത്തിയാണ് ഈ കർഷക കൃഷി ചെയ്തിരിക്കുന്നത്. നാവായിക്കുളം പഞ്ചായത്തിലെ ഒരു അനുകരണീയ മാതൃകയാണ് ഷൈല ബഷീർ എന്ന വീട്ടമ്മ. കാരണം അവരുടെ പരിമിതമായ സമയത്തിനുള്ളിൽ, പ്രത്യേകിച്ചും വീട്ടിലെ മുഴുവൻ ജോലികളും കഴിഞ്ഞതിന് ശേഷം അവർ ചെയ്യുന്ന, പ്രത്യേകിച്ചും കാർഷിക മേഖലയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മറ്റ് വനിതകൾക്കും അതുപോലെ തന്നെ വീട്ടമ്മമാർക്കും അനുകരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാതൃകയാണ്. ഒരു 2000-ഓളം കോഴികളെ, പ്രത്യേകിച്ചും ബ്രോയിലറാണ്, വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഹാച്ചറികളിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു ദിവസം പ്രായമായിട്ടുള്ള ബ്രോയിലർ കോഴികളെ വളർത്തി വലുതാക്കി എല്ലാ മാസവും ഇതിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 10-20,000-ഓളം രൂപ ഈ ഒരു രീതിയിൽ അവർ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം അവർ ഒരു വീട്ടമ്മ എന്ന നിലയ്ക്ക് വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും ചെയ്തതിനു ശേഷമാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ ഈ ഫാമിൽ നിന്ന് വരുന്ന ജൈവവളങ്ങളാണ്, പ്രത്യേകിച്ചും കോഴിവളമാണ് അവർ മറ്റ് കൃഷികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് റബ്ബർ, അവരുടെ പ്രധാന കൃഷി എന്ന് പറഞ്ഞാൽ നെല്ലിനെ കൂടാതെ തന്നെ റബ്ബർ, പിന്നെ വാഴ, പച്ചക്കറികൾ, ചേന, ചേമ്പ്, പിന്നെ നമ്മുടെ മുന്തിരി വരെ അവർ വിളയിക്കുന്നുണ്ട്. മുന്തിരി, ചാമ്പ, കസ്റ്റാർഡ് ആപ്പിൾ, അങ്ങനെയുള്ള എല്ലാവിധ ഫലവർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു മീൻകുളമുണ്ട്. ശരിക്കും പണ്ട് പാറമടയായിരുന്നു. ആ മീൻകുളത്തിൽ വിവിധ തരത്തിലുള്ള മീനുകളെ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ പച്ചക്കറിയിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് പാവല്, പയർ, വെണ്ട, വഴുതന, ചീര, ഇതെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. സ്വന്തം ആവശ്യത്തിന് ശേഷം ബാക്കിയുള്ളത് മറ്റ് ആൾക്കാർക്ക് വിൽക്കുകയും ചെയ്യുന്നുണ്ട്. കീടനാശിനികളും അതുപോലെ തന്നെ രാസവളവും വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുന്നത് കൊണ്ട് നല്ല ആവശ്യക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതും ഒരു സൈഡ് ബിസിനസ് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് ഈ കോഴിക്കൃഷിയിൽ നിന്ന് തന്നെയാണ് കൂടുതലായിട്ട് വരുമാനം കിട്ടുന്നത്. പിന്നെ നമുക്ക് തന്നെ നമ്മുടെ ഈ ഒരു പ്ലോട്ട് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നമ്മുടെ ജൈവവളം ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് ഇവിടെ ലഭിക്കുന്ന വാഴകളിൽ നിന്ന് ശരിക്കും റോബസ്റ്റ അതുപോലെ തന്നെ ഗ്രാൻഡ് വാഴകളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു അത്ഭുതത്തോടു കൂടി പറയാനുള്ള 60 കിലോ വരെയുള്ള കൊലകളാണ് ഇവിടുന്ന് ലഭിക്കുന്നത്. അതൊരു വലിയൊരു പ്രത്യേകതയാണ്. കാര്യം പ്രത്യേകിച്ചും ജൈവവളം മാത്രം ഉപയോഗിച്ചുകൊണ്ട് 60 കിലോ ഉള്ള കൊലകൾ ഉൽപ്പാദിപ്പിക്കുക, അതൊരു വനിത എന്ന് പറയുന്നത് ശരിക്കും നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ നോക്കി, അതുമാത്രമല്ല പിന്നെ നാവായിക്കുളം പഞ്ചായത്തിൽ നടക്കുന്ന എല്ലാ ആത്മാ പദ്ധതിയുടെ പ്രവർത്തനവുമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കുകയും
അവിടെ അപ്പോൾ ഉള്ള ഓരോ പുരോഗതിയും കൃഷി ഓഫീസറെയും അതുപോലെ തന്നെ ആത്മയിലെ ഫീൽഡ് സ്റ്റാഫിനെയും അസിസ്റ്റന്റ് ടെക്നോളജി മാനേജരെയും അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുകയും കൂടുതൽ പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നുണ്ട്. കുടവൂരിലെ കാലാവസ്ഥയ്ക്കനുസരിച്ച് വർഷം മുഴുവൻ കൃഷി ചെയ്യാവുന്ന പയറും ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നു. മഴവെള്ളക്കെട്ടുണ്ടാകാതിരിക്കാൻ 30 സെന്റിമീറ്റർ വീതിയിലും 15 സെന്റിമീറ്റർ താഴ്ചയിലും 2 മീറ്റർ അകലത്തിലുമാണ് ഇവിടെ ചാലുകൾ കീറിയിട്ടുള്ളത്. പയർ ചെടിയുടെ വരികൾ തമ്മിൽ 3 മീറ്ററും ചെടികൾ തമ്മിൽ 15 സെന്റിമീറ്ററും അകലം പാലിച്ചിട്ടുണ്ട്. കോഴിക്കാരം വേപ്പിൻ പിണ്ണാക്കുമായി ചേർത്ത് മണ്ണിൽ വളമായി നൽകിയിട്ടുള്ളതിനാൽ സാധാരണ പയറുകളിൽ കണ്ടുവരുന്ന അസുഖങ്ങളും ഇവിടെയില്ല. വീടിന് ചുറ്റുമുള്ള നിലം ഉഴുതൊരുക്കി മരിച്ചീനി കൃഷി ചെയ്തിരിക്കുന്നത് ശ്രദ്ധേയമാണ്. സാധാരണ ചെയ്യാറുള്ളതുപോലെ മണ്ണിളക്കി കൂനകൾ ഉണ്ടാക്കിയല്ല ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. വെള്ളം കെട്ടിനിൽക്കാത്ത വിധത്തിൽ തറ നിരപ്പാക്കി മരച്ചീനി കമ്പുകൾ 1 ചാൺ നീളത്തിലുള്ള ചെറുതുണ്ടുകളാക്കി മുറിച്ച് മണ്ണിൽ നടുന്നു. തണ്ടുകൾ തമ്മിൽ 1 മീറ്റർ അകലം പാലിച്ചിട്ടുണ്ട്. മേൽമണ്ണിന്റെ ഭാഗത്തായി വരുന്ന തണ്ടിന്റെ തൊലി കീറി മാറ്റാറുണ്ട്. ഇത് ഒരു മരച്ചീനി കമ്പിൽ നിന്ന് തന്നെ അധികം വിള ലഭിക്കാൻ കാരണമാകുന്നു. വീട്ടുവളപ്പിൽ മതിലിനോട് ചേർന്ന് തന്നെ അത്യുത്പാദന ശേഷിയുള്ള വഴുതനയും ഇവിടെ കൃഷി ചെയ്യുന്നു. ഒരു വനിത വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം 10-25,000 രൂപ കാർഷിക മേഖലയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നെന്ന് പറയുന്നത് തന്നെ എനിക്ക് വളരെ അഭിമാനമാണ്. ഞാൻ അവർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അത് അവർ ഇനി ചെയ്യുന്ന എല്ലാവിധ കാർഷിക പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും. അത് മറ്റ് കേരളത്തിലെ എന്ന് മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് വനിതാ കർഷകർക്ക് ഇതൊരു വലിയ മാതൃക തന്നെയാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ വീട്ടാവശ്യത്തിനുള്ള മുന്തിരിയും ഷൈല തന്റെ വിളഭൂമിയിൽ വിജയകരമായി പരീക്ഷിക്കുന്നുണ്ട്. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ബാംഗ്ലൂർ പേർപ്പിൾ എന്ന ഇനം മുന്തിരിയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. മിതമായ ചൂടും തണുപ്പുമുള്ള കാലാവസ്ഥയാണ് മുന്തിരി കൃഷിക്ക് അനുയോജ്യം. 2.5 അടി ചതുരത്തിലും ആഴത്തിലും കുഴിയെടുത്ത് 3/2 ഭാഗം മണലും 1 ഭാഗം ഉണക്കിയ ചാണകപ്പൊടിയും കോഴിക്കാരവും ചേർത്ത് 5 ദിവസം വെള്ളമൊഴിച്ച് മണ്ണ് കുതിർക്കുന്നു. ഇതിലാണ് മുന്തിരി തൈ നടുന്നത്. തൈ നടുമ്പോൾ തന്നെ പടർന്നു കയറാനായി താങ്ങ് കമ്പും നൽകണം. വളർച്ചയുടെ ക്രമമനുസരിച്ച് ബലമുള്ള കമ്പുകൾ താങ്ങ് നൽകി പന്തലാക്കി മാറ്റണം. പരിചരണത്തിനും കായ് പറിക്കാനുള്ള സൗകര്യത്തിനുമായി 6 അടി ഉയരത്തിലാണ് ഇവിടെ പന്തൽ ക്രമീകരിച്ചിരിക്കുന്നത്. പല ശിഖരങ്ങളായി വളരാനായി മുന്തിരിച്ചെടിയുടെ തലപ്പ് നുള്ളിവിടണം. ഇത് വള്ളി പന്തൽ മുഴുവൻ വ്യാപിക്കുന്നത് വരെ തുടരണം. മുന്തിരിക്കുലകൾ ചെടിയിൽ വെച്ച് തന്നെ പഴുക്കാൻ അനുവദിക്കണം. പച്ചക്കറികളെ പോലെ പച്ചയ്ക്കും പാകം ചെയ്തും കഴിക്കാവുന്ന ചോളവും ഈ കാർഷിക ഭൂമിയെ വേറിട്ടതാക്കുന്നു. എക്കാലവും കൃഷി ചെയ്യാവുന്ന വിളയാണ് ചോളം. തൈ നട്ടുകഴിഞ്ഞാൽ 90 ദിവസമാണ് വിളവെടുപ്പിനുള്ള കാലാവധി. ആവശ്യാനുസരണം ലഭിക്കുന്ന വിളവുകൾ വിപണി മൂല്യം നോക്കി ഇവർ തന്നെ നേരിട്ട് മാർക്കറ്റിൽ എത്തിച്ചാണ് വിപണനം സാധ്യമാക്കുന്നത്. വിളവെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാനുള്ള ചുമതല ബഷീറിനാണ്. വളരെ നല്ല രീതിയിൽ പച്ചക്കറി കൃഷിയും അതുപോലെ വാഴ, മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയവയും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ആത്മപ്രവർത്തകരും കൃഷിഭവനിൽ നിന്നും സ്ഥിരമായി ഇവിടെ സന്ദർശിക്കാറുണ്ട്. ഇവിടെ നിന്നുണ്ടാകുന്ന പ്രോബ്ലങ്ങളൊക്കെ ആത്മയുടെ MTA മീറ്റിംഗിൽ പ്രസന്റ് ചെയ്യാറും അവിടെ നിന്നും കിട്ടുന്ന നിർദ്ദേശങ്ങൾ തിരിച്ചിവിടെ എത്തിക്കാറുമുണ്ട്. അല്പം ക്ഷമയും കൃഷിയോടുള്ള താല്പര്യവും ഉണ്ടെങ്കിൽ ആർക്കും പരീക്ഷിക്കാവുന്ന കൃഷിയാണ് കോഴിക്കൃഷി. കോഴിക്കൃഷിയിലൂടെ കഴിഞ്ഞ 5 വർഷമായി ഈ കർഷക വിജയം വരിച്ചു പോരുന്നുണ്ട്. രോഗപ്രതിരോധ ശേഷിയുള്ള കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തി കോഴിയായും ഇറച്ചിയായും വിൽക്കുകയാണ് ഷൈല ബഷീർ ചെയ്യുന്നത്. കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തി വിൽക്കാനെടുക്കുന്ന ശരാശരി കാലയളവ് 45 ദിവസമാണ്. ഒരടിക്ക് 1 കോഴി വീതം എത്ര കോഴി വളർത്തുന്നുവോ അത്രയും സ്ഥലം കോഴിക്കൃഷിക്ക് ആവശ്യമാണ്. നിലം നിരപ്പാക്കി ചകിരിക്കൂഴവും അറക്കാപ്പൊടിയും നിലത്തിൽ പാകുന്നു. കോഴിക്ക് വേണ്ട ചൂടിനാണ് ചകിരിക്കൂഴം പാകുന്നത്. കോഴിയുടെ വിസർജനത്തിൽ കുതിർന്നു പോകാതിരിക്കാനും ചകിരിക്കൂഴം കൊത്തി തീർക്കാതിരിക്കാനും അറക്കാപ്പൊടിയും വിതറുന്നു. ഇതിനു മുകളിൽ ഫ്രൂഡറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അലൂമിനിയം തകിടിൽ സജ്ജീകരിച്ചിരിക്കുന്ന ബൾബുകളെയാണ് ഫ്രൂഡറുകൾ എന്ന് പറയുന്നത്. കോഴിക്കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ ആദ്യ 15 ദിവസങ്ങളിൽ ചൂട് വളരെ അത്യാവശ്യമാണ്. അതിനായാണ് ഫ്രൂഡറുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു ഫ്രൂഡറിന്റെ സമീപത്തായി 400ഓളം കോഴിക്കുഞ്ഞുങ്ങൾ വിശ്രമിക്കാറുണ്ട്.
15 ദിവസം കഴിഞ്ഞാൽ ബ്രൂഡറുകൾ മാറ്റി കൂടിന്റെ വിസ്തീർണം കൂട്ടാറുണ്ട്. കൂടിന്റെ വിസ്തീർണം കൂട്ടാനും കുറയ്ക്കാനുമായി കാർഡ്ബോർഡ് പെട്ടികൾ ഉപയോഗിച്ച് തരംതിരിച്ചിട്ടുണ്ട്. വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ വെള്ളം വളരെ അത്യാവശ്യമാണ്. ബ്രൂഡറുകൾക്കിടയിൽ തന്നെ വെള്ളത്തിനായി ഓട്ടോമാറ്റിക് ഡ്രിങ്കറുകളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. കോഴി ഫാമിനേക്കാൾ ഉയരത്തിൽ ടാങ്ക് സ്ഥാപിച്ച് മോട്ടോർ ഘടിപ്പിച്ച് വെള്ളം നിറയ്ക്കുന്നു. ഈ ടാങ്കിലെ വെള്ളം 1/2 ഇഞ്ച് PVC പൈപ്പിലൂടെ ഡ്രിങ്കറുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. കോഴിക്കുഞ്ഞുങ്ങൾ വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായി ഡ്രിങ്കറുകൾ നിറയുന്നു. 45 ദിവസമാകുമ്പോൾ പൂർണ്ണ വളർച്ചയെത്തിയ കോഴികളെ വിൽക്കുന്നു. നിലത്ത് പാകിയിരിക്കുന്ന ചകിരിക്കൂഴം കോഴിയുടെ വിസർജ്യ വസ്തുക്കളുമായി കൂടിച്ചേർന്ന് കോഴിക്കാരമായി മാറുന്നു. സ്വന്തം കൃഷിക്കും മറ്റ് കൃഷിക്കാർക്കും വളത്തിനായി ഈ കോഴിക്കാരം നൽകി വരുന്നുണ്ട്. ബ്രോയിലർ കോഴികൾക്കൊപ്പം തന്നെ നാടൻ കോഴികളെയും പാത്തയെയും വളർത്തി വരുന്നു. നാടൻ കോഴികൾക്കും ആവശ്യക്കാർ ഏറെയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കൃഷിദർശൻ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? വെറുതെ TV കണ്ട് സമയം വേസ്റ്റ് ആക്കാതെ പച്ചക്കറികൾ വീട്ടുമുറ്റത്ത് കുറച്ച് പച്ചക്കറികൾ നട്ടാൽ വിഷാംശമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാം. അതിലൂടെ നമുക്കുണ്ടാകുന്ന സംതൃപ്തി അത് ഒരു പ്രത്യേകതയാണ്. എല്ലാവരും കൃഷിയിലേക്ക് വരണമെന്ന് ആശംസിക്കുന്നു. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എന്തിനേറെ പറയുന്നു, പൈനാപ്പിളും മുന്തിരിയും വരെ വിളയിച്ചെടുത്ത ഷൈല ബഷീറിന്റെ കൃഷിവിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. ഷൈല ബഷീറിന്റെ കൃഷിവിശേഷങ്ങൾ കേരളത്തിലെ സ്ത്രീകൾക്ക് മാതൃകയാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പുതിയ കൃഷിവിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാളികേര കർഷകർക്ക് ദേശീയ അവാർഡ്. കർഷകർക്ക് ആശ്വാസമായി പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി പദ്ധതി. ദേശീയ ബയോഗ്യാസ് വികസനത്തിന് കേന്ദ്ര പദ്ധതി. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. നാളികേര വികസന ബോർഡ് 2014 ദേശീയ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, പുതിയ കൃഷിരീതികൾ, ഉൽപ്പന്ന വികസനം, ഉൽപ്പന്ന നവീകരണം, ഗുണനിലവാര പരിഷ്കരണം, ഉൽപ്പന്ന വൈവിധ്യവത്കരണം, വിപണനം, കയറ്റുമതി, വിജ്ഞാന വ്യാപനം തുടങ്ങി നാളികേര മേഖലയിൽ നേട്ടങ്ങൾ കൈവരിച്ചവരിൽ നിന്നാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. മികച്ച നാളികേര കർഷകൻ, നാളികേര സംസ്കരണം, മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ, തെങ്ങ് കയറ്റക്കാർ, നീര ടെക്നീഷ്യൻ, നാളികേര മേഖലയിലെ മികച്ച വ്യാപന പ്രവർത്തകൻ, മികച്ച നാളികേര ഉൽപാദക ഫെഡറേഷൻ, മികച്ച വനിതാ നാളികേര സംസ്കരണ യൂണിറ്റ് എന്നിവയ്ക്കാണ് പുരസ്കാരങ്ങൾ. അവാർഡിന്റെ വിശദാംശങ്ങളും അപേക്ഷാ ഫാറവും ബോർഡിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷകൾ ജൂലൈ 5 വൈകിട്ട് 5 മണിക്ക് മുമ്പായി നൽകണം. വിലാസം: ചെയർമാൻ, നാളികേര വികസന ബോർഡ്, കേരഭവൻ, കൊച്ചി 682001. മൃഗസംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ മൃഗാശുപത്രികളിലും പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ് 5 രൂപ നിരക്കിൽ നൽകുന്നു. നായ്ക്കളെ വളർത്തുന്നവർ തങ്ങളുടെ നായ്ക്കളെ കുത്തിവയ്പ്പിന് വിധേയമാക്കണമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ കൃഷി സിഞ്ചായി പദ്ധതികൾ. കാർഷിക രംഗത്തിന്റെ സർവ്വതോന്മുഖമായ ഉന്നമനം ലക്ഷ്യമാക്കി കർഷകർക്കായി കിസാൻ ചാനൽ ആരംഭിച്ചു. കർഷകർക്ക് SMS വഴി കാർഷിക നിർദ്ദേശങ്ങൾ ലഭ്യമാക്കി. രാജ്യത്തൊട്ടാകെ മെഗാ ഫുഡ് പാർക്ക് എന്ന പേരിൽ 17 ഭക്ഷ്യസംസ്കരണ യൂണിറ്റുകൾക്ക് അനുമതി നൽകി. 2000 കോടി മുതൽ മുടക്കുള്ള ഈ സംവിധാനം രാജ്യത്തെ 12 ലക്ഷത്തോളം കർഷകർക്ക് സഹായമാകും. വെള്ളായണി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാമിൽ ജൂൺ 10-11 തീയതികളിൽ കൂൺ കൃഷിയിൽ പരിശീലനം നൽകുന്നു. താൽപര്യമുള്ളവർ ഫാം ഓഫീസിൽ പേരുകൾ രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9446175827. ബയോഗ്യാസ് വികസനത്തിനും വളപരിപാലനത്തിനും 240.51 ലക്ഷം രൂപയുടെ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. ഇതനുസരിച്ച് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 2150 ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കും.
ഇതിൽ 2000 പ്ലാന്റുകൾ പൊതുവിഭാഗത്തിലും 150 പ്ലാന്റുകൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് അനുവദിക്കുക. 1 ഘനമീറ്റർ ശേഷിയുള്ള പ്ലാന്റിന് പൊതുവിഭാഗത്തിൽ 5500 രൂപയും SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് 7000 രൂപയും സബ്സിഡി ലഭിക്കും. 2 മുതൽ 6 വരെ ഘനമീറ്റർ വരെ ശേഷിയുള്ള പ്ലാന്റിന് പൊതുവിഭാഗത്തിൽ 9000 രൂപയും SC/ST വിഭാഗത്തിൽ 11000 രൂപയും സബ്സിഡി ലഭിക്കും. ഇതോടനുബന്ധിച്ച് പ്ലാന്റ് നിർമ്മിതിയിലും പരിപാലനത്തിലും 2 പരിശീലനങ്ങളും ഗുണഭോക്താക്കൾക്ക് നൽകും. കൃഷിവകുപ്പിന്റെ ജില്ലാതല ഓഫീസർമാർക്കാണ് കൃഷിഭവൻ തലത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ മേൽനോട്ട ചുമതല. നേമം തിരുവനന്തപുരം ബ്ലോക്കിലെ കർഷകരിൽ നിന്നും സബ്സിഡി ആനുകൂല്യമുള്ള തീറ്റപ്പുൽ കൃഷിക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. 20 സെന്റിൽ കൂടുതൽ സ്ഥലത്ത് പുൽകൃഷി നടത്താൻ താൽപര്യമുള്ള കർഷകർക്കാണ് അപേക്ഷിക്കാവുന്നത്. അപേക്ഷയോടൊപ്പം കരമടച്ച രസീതിന്റെ പകർപ്പ്, ID കാർഡിന്റെ പകർപ്പ്, 1 സെന്റിന് 9 രൂപ നിരക്കിൽ രജിസ്ട്രേഷൻ ഫീസ് എന്നിവ നൽകണം. അപേക്ഷ നൽകേണ്ട അവസാന തീയതി ജൂൺ 30 ആണ്. വിശദ വിവരങ്ങൾക്ക് 0471 2282 160 എന്ന നമ്പറിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ ഓടക്കാലി സുഗന്ധതൈല ഗവേഷണ കേന്ദ്രത്തിൽ വേരുപിടിപ്പിച്ച കുരുമുളക് തൈകൾ വിൽപ്പനയ്ക്ക് തയ്യാറായി. പന്നിയൂർ 1 തൈ 1-ന് 10 രൂപയാണ് വിൽപ്പന വില. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447163891. മറ്റൊരു നമ്പർ 0484 2658221. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9447163891. മറ്റൊരു നമ്പർ 0484 2658221. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 12000 രൂപ, കോഴിക്കോട് 13500 രൂപ, തൃശൂരിൽ 12100 രൂപ. കൊപ്ര കൊച്ചിയിൽ 8150 രൂപ, കോഴിക്കോട് 8550 രൂപ, തൃശൂരിൽ 8230 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 61000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 64000 രൂപ. ചുക്ക് മീഡിയം 21500 രൂപ, ചുക്ക് ബെസ്റ്റ് 23500 രൂപ. മഞ്ഞൾ സേലത്ത് 8600 രൂപ, ഈറോഡിൽ 8900 രൂപ. അടയ്ക്ക പുതിയത് 20000-നും 21000-നും മധ്യേ. കൊച്ചിയിൽ റബ്ബർ 5ാം ഗ്രേഡ് 12800 രൂപ, റബ്ബർ 4ാം ഗ്രേഡ് 13000 രൂപ. കോട്ടയത്ത് റബ്ബർ 5ാം ഗ്രേഡ് 12800 രൂപ, 4ാം ഗ്രേഡ് 13050 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റിൽ. വെളിച്ചെണ്ണ 12000 രൂപ, കൊപ്ര 8150 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2400 രൂപ, റോട്ടറി 2800 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 61000 രൂപ, ഗാർബിൾഡ് 64000 രൂപ. ചുക്ക് മീഡിയം 21500 രൂപ, ചുക്ക് ബെസ്റ്റ് 23500 രൂപ. മഞ്ഞൾ നാടൻ 9900 രൂപ. അടയ്ക്ക പുതിയത് 20000-നും 21000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ 200-നും 250-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 400-നും 450-നും മധ്യേ. ജാതിപത്രി 600-നും 850-നും മധ്യേ. ഗ്രാമ്പു 820 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 12800 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 13000 രൂപ. ഒട്ടുപാൽ 9100 രൂപ, ലാറ്റക്സ് 11000 രൂപ. കമ്പോള അവലോകനം. കാലവർഷം ഒളിഞ്ഞും തെളിഞ്ഞും മാറിമറിഞ്ഞതുമൂലം സംസ്ഥാനത്ത് ഒട്ടുമിക്ക കൊപ്ര കളങ്ങളിലും തേങ്ങാവെട്ടും കൊപ്ര സംസ്കരണവും ഭാഗികമായി തടസ്സപ്പെട്ടു. അതേസമയം നാളികേര വിളവെടുപ്പ് പുരോഗമിക്കുകയാണ്. മുഖ്യ വിപണികളിൽ വെളിച്ചെണ്ണ കൊപ്ര വില 2ാം ദിവസവും സ്റ്റഡി നിലവാരത്തിൽ നീങ്ങി. കാർഷിക മേഖലകളിൽ നിന്ന് ലേലത്തിനിറങ്ങുന്ന ഏലത്തിന്റെ ഗുണമേന്മ അല്പം കുറഞ്ഞത് കയറ്റുമതിക്കാർ സജീവമല്ല. വലിപ്പം കൂടിയ ഇനങ്ങളുടെ വരവിനായി ഉറ്റുനോക്കുകയാണ് വിദേശ വ്യാപാരികൾ. അതേസമയം ഇന്ന് നടന്ന ലേലത്തിൽ മികച്ച ഇനങ്ങൾ കിലോ 922 രൂപയിലും ശരാശരി ഇനങ്ങൾ 680 രൂപയിലും ലേലം കൊണ്ടു. വ്യവസായികൾ റബ്ബർ വിപണിയിൽ നിലയുറപ്പിച്ചിരുന്നെങ്കിലും വില ഉയർത്തി ഷീറ്റ് സംഭരിക്കാൻ തയ്യാറായില്ല. ഉൽപാദകർ മെച്ചപ്പെട്ട വില പ്രതീക്ഷിച്ച് ചരക്ക് ഇറക്കാനും മടിച്ചത് വ്യാപാര രംഗത്ത് മാന്ദ്യം ഉളവാക്കി. മികച്ച ഇനം റബ്ബർ കിലോ 130 രൂപ രേഖപ്പെടുത്തി.
അന്തർ സംസ്ഥാന വ്യാപാരികൾ സുഗന്ധ വ്യഞ്ജനങ്ങളിൽ താൽപര്യം കാണിച്ചെങ്കിലും കുരുമുളക്, ചുക്ക് വിലകളിൽ മാറ്റം കാണുന്നില്ല. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 30.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 31.3, 24.4. കൊച്ചി 28.6, 23.6. ആലപ്പുഴ 28.9, 23.5. പുനലൂർ 31.4, 23. തിരുവനന്തപുരം കൂടിയ താപനില 30.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.